ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ ദ സേക്ക് ഓഫ് ലവ് ആൻഡ് പീസ്. ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കാണുമായിരുന്നു. അത്യാവശ്യം ഇൻസ്പിറേഷനും മോട്ടിവേഷനും പിന്നെ പോഡ്കാസ്റ്റുകളും പിന്നെ കുറേ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസും അതൊക്കെ കാണുമായിരുന്നു. അപ്പം ഞാൻ കാണുന്ന വീഡിയോയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 1 hour ആയിരിക്കും. മിനിമം 1 hour ആയിരിക്കും ഞാൻ കാണുന്ന വീഡിയോസിൻ്റെ ലെങ്ത്ത്. അത്രയും നേരം ഇരുന്ന് കാണുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യണോണ്ട്, ഞാൻ അങ്ങനെ കാണുന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ കാണും എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വോയിസ് ഇട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ അതെന്തോ 15 minutes സംതിങ് ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ ഓർക്കണില്ല. എന്തായാലും കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു അത്. പതിയെ ഞാൻ അത് തന്നെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ വേൾഡിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഒത്തിരി നേരം ഒരു വീഡിയോ കണ്ടിരിക്കില്ല, അവർക്ക് അതിനുള്ള ക്ഷമയില്ല. ജസ്റ്റ് ഒരു 1 minute 2 minute 1 minute 2 minute ഉണ്ടോയെന്നറിയില്ല, സെക്കൻഡ്സ് ആയിരിക്കും. അതാണ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സെക്കൻഡ്സിൽ മാത്രം കാണുന്ന വ്യൂവേഴ്സാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, വ്യൂവേഴ്സൊക്കെ കുറവാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനത്തെ ഒരു സീരിയസ് ടോപ്പിക്കൊന്നും കേൾക്കാനും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നവരാണല്ലോ. അപ്പം അതൊക്കെ എൻ്റെ ചാനലിൻ്റെ നെഗറ്റീവ്സ് ആയിരുന്നു. അക്കോർഡിംഗ് ടു മീ അത് പോസിറ്റീവ്സ് ആണ്. പക്ഷേ ലോകത്തിൻ്റെ പൊതുവേ ഉള്ളൊരു ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായിരുന്നു വീഡിയോയുടെ ലെങ്ത്ത്, അത്ര നേരം കാണാനുള്ള ക്ഷമയില്ലായ്ക, പിന്നെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക്, അത്രയ്ക്ക് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവാത്തൊരു ടോപ്പിക്ക്, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എനിക്കതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ ഞാനോർത്തു, എന്തെങ്കിലും ഞാൻ പറയണത് ആർക്കെങ്കിലും ഒന്ന് ഇച്ചിരി നേരം ഒന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കുറച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് പിന്നെ ഞാനത് ചെറുതായിട്ട് കുറച്ച് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് ഞാനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പറയുന്നൊരു കണ്ടന്റ് അതെനിക്ക് ക്ലിയറായിട്ട് ലോകത്തോട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നൊരു ടോപ്പിക്കല്ല എൻ്റേത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കുറച്ച് ലെങ്ത് കുറയ്ക്കാൻ തുടങ്ങി. കുറച്ച് അപ്പം ഞാൻ നോക്കി കുറച്ചൊക്കെ കാണുന്നുണ്ട്, കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാലും ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും പോയില്ല കേട്ടോ. എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ കേൾക്കാൻ ആർക്കും നേരമില്ല. അതിനുള്ള കാരണം അന്വേഷിച്ച് ഞാൻ നടന്നു. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാരണം എന്താണെന്നറിയോ? നമ്മൾ എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണത്, വീഡിയോസായാലും എന്ത് വീഡിയോസായാലും അവർക്ക് സ്ക്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എല്ലാവരുടെയും പരിപാടി. സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ വരെയാണ്, അപ്പോഴേക്കും നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന് പറഞ്ഞൊരു ഹാപ്പി ഹോർമോണാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് പ്രൊഡ്യൂസ് ആവും. അപ്പം നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. എന്നിട്ട് ആ വീഡിയോ ഇച്ചിരി അങ്ങ് കണ്ടുവരുമ്പോഴേക്കും ആ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും, നമുക്ക് ആ ഹാപ്പിനെസ് കുറയും. അതിന് നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ആ ഹാപ്പിനെസ് കുറയുമ്പോൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാൻ തോന്നും. അപ്പോൾ അടുത്ത വീഡിയോ സ്ക്രോൾ ചെയ്ത് നോക്കും. അപ്പോൾ വീണ്ടും ആ ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ആവും. അപ്പോൾ വീണ്ടും ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ വന്നിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഈ സ്ക്രോളിങ്ങിലൂടെ നടക്കുന്നത്. അപ്പം ആ ഡോപ്പമിൻ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും നമുക്കത് കിട്ടാനുള്ളൊരു ആഗ്രഹം വരും. അതുകൊണ്ടാണ് ഈ സ്ക്രോളിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ വീണ്ടും ഡോപ്പമീൻ വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ അഡിക്റ്റ് ആയിപ്പോവും. നമുക്കതിന് വിട്ടുപോരാൻ പറ്റില്ല. കാരണം ഓരോ വീഡിയോ വരും തോറും നമുക്ക് ഈ ഡോപ്പമീൻ്റെ പ്രൊഡക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാണ്. പക്ഷെ അത് ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം തന്നെ വരും, അപ്പം തന്നെ പോകും. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുമ്പോൾ ആർക്കും അത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എന്ന് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
കേൾക്കാൻ താല്പര്യമുള്ളവരും കേൾക്കാൻ സമയമുള്ളവരും ക്ഷമയുള്ളവരൊക്കെ കേൾക്കട്ടെ. ഇപ്പം ഇന്ന് തന്നെ കേട്ടില്ലെങ്കിലും നാളെ തന്നെ കേട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജനറേഷനിൽ ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുമല്ലോ. ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എൻ്റെ വേർഡ്സ് കൊണ്ട് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പം ഞാൻ ഓർത്തു, അപ്പം ഞാനെന്താ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാത്തത്, എനിക്കെന്താ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ അത് നമ്മൾ മനഃപൂർവ്വം, നമ്മൾ ബോധപൂർവം മാറ്റാൻ ശ്രമിക്കണം. ഇത് അൺകോൺഷ്യസ് ആയിട്ട് വരണതാണ് ഈ ഒരു ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡക്ഷൻ വരുമ്പോൾ നമ്മളതിൽ ബോധവാന്മാരാകുന്നില്ല, കോൺഷ്യസ് ആവുന്നില്ല. നമ്മൾ കോൺഷ്യസ് ആവുക, നമ്മൾ എന്താ കാണണേന്നുള്ളതും എന്തിനാ കാണണേന്നുള്ളതും എന്താണ് നമുക്ക് അതിനുള്ള ഗുണമെന്നുള്ളതും നമ്മൾ കോൺഷ്യസ് ആവുക. അത് മാത്രമേ ഇതിന് വഴിയുള്ളൂ. അപ്പം ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്, ഞാൻ കാണുന്ന വീഡിയോസ് എല്ലാം മിക്കവാറും ഞാൻ കാണുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് കാണുന്നതെന്ന് നല്ല ബോധം എനിക്കുണ്ട്. അല്ലാത്ത വീഡിയോസ് കാണുമ്പോഴും അതെന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണുന്നതെന്നും അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടെന്നുള്ളതും നല്ല ബോധത്തോടു കൂടി കാണുന്നത്. ഓക്കെ, താങ്ക് യു.